എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ യാത്ര പവർ ചെയ്തേക്കുന്നത് ചാർജ് മോഡാണ്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാർജ് മോഡാണ് നമ്മുടെ ഈ യാത്ര ബിയോണ്ട് ബോർഡേഴ്സ് പവർ ചെയ്തിരിക്കുന്നത്. അവരുടെ ചാർജിങ് സ്റ്റേഷൻസ് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സിക്കിമിലാകെ അത് തന്നെ കൂടുതലവിടെ. പിന്നെയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്ലോ ചാർജ് ഉണ്ട്. അത് അവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. സ്ലോ ചാർജിലൊക്കെ ചാർജ് ചെയ്ത് 5 സ്റ്റാർ കിടന്നിട്ട് പോകാനാണെങ്കിൽ പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് പോയാൽ പോരെ. EV കൊണ്ട് പോകുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ ആരോടും പറയുന്നൊന്നുമില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഉള്ള വണ്ടി ഇതാണ്, അപ്പോൾ നമ്മളെത്താൻ പോകുന്നു. അത് പറയും. ഇപ്പം ഞാൻ ഒരു 1, 2, 3 എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ആദ്യം തന്നെ നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾ വേറൊരു രാജ്യം നേപ്പാളോ ഭൂട്ടാനോ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിക്ക് ജിയോഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങളുടെ ഇൻഷുറൻസ് ഏതാണോ ആ ഏജൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ ഇതിൽ ഇൻഷുറൻസ് എനേബിൾ ചെയ്ത് കിട്ടും. അത് പ്രിൻ്റ് ചെയ്ത് തന്നെ കിട്ടും. ജിയോഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ, എനിക്ക് ജിയോഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ നേപ്പാൾ ഭൂട്ടാൻ എന്ന് പറഞ്ഞ് എനിക്ക് എൻട്രി ചെയ്ത് തന്നിട്ടുണ്ട്. അത് വേണം. കാരണം വെച്ചാൽ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമ്മളല്ലേ പെട്ടുപോകും. നമുക്ക് ഓരോ പ്രാവശ്യം ക്രേസിന് വിളിക്കുമ്പോൾ നേപ്പാളിനോ ഭൂട്ടാനോ പോകാൻ പറ്റുമോ? മറ്റേതാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആൾക്കാർ അത് ഡീൽ ചെയ്തോളും. അതൊന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ, നിങ്ങളുടെ ടാക്സ് ടോക്കൺ കറക്റ്റ് ആയിരിക്കണം, പുകയുടെ പേപ്പർ കറക്റ്റ് ആയിരിക്കണം, ലൈസൻസിൻ്റെ കാലാവധി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പക്കായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് വെച്ച് പിടിക്കുമ്പോൾ ഇപ്പോഴത്തെ ഫൈനല്ല 5,000 1,500 മേളിലാണ്. പിന്നെ നമ്മൾ 500 പറഞ്ഞ് ഒതുക്കുക. 500 കിട്ടിയാൽ അവർ ഹാപ്പിയാണ്, അത് വേറെ കാര്യം. ഇപ്പോൾ എനിക്കിന്നുണ്ടായ ഒരു അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, ഇത് എൻ്റെ വണ്ടി എൻ്റെ ബ്രദറിൻ്റെ പേരിലാണ്. ബ്രദറിലോ എനിക്ക് വെള്ള പേപ്പറിലാണ് കൺസേൺ എഴുതി തന്നത്. പക്ഷേ അങ്ങനെയല്ല എഴുതേണ്ടത്. അത് പോലീസുകാരൻ പറഞ്ഞു, ശരിയാ, നിങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾ അങ്ങനെയല്ല എഴുതേണ്ടത്, നിങ്ങൾ ആ 197 ആക്ട് ഒന്ന് എടുത്ത് നോക്ക്. 197 MV ആക്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അൺഓതറൈസ്ഡ് ആയിട്ട് നമുക്ക് വേറൊരാളുടെ വണ്ടി കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓതറൈസേഷൻ ലെറ്റർ വേണം. അത് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് വെറും ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണമെന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചെന്നുള്ളൂ. അതുകൊണ്ട് വെള്ള പേപ്പറെ ഞാൻ എഴുതി. പക്ഷേ അതൊന്നും പോരാ. നമ്മുടെ നാട്ടിലെ മുദ്രപത്രത്തെ മേടിച്ച് എഴുതി എന്നിട്ട് അത് നോട്ടറിയും കൊണ്ട് നോട്ടറൈസ് ചെയ്യിക്കണം, എന്നാലേ വാലിഡ് ആവും. അങ്ങനെ ലീഗലായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാവുന്ന കാര്യമേ ഉള്ളവർക്ക്. എന്നിട്ട് 500 കൊടുത്തപ്പോൾ ഇതെല്ലാം ലീഗലായി. ഇനി ഏതായാലും നമ്മൾ ഒരെണ്ണം എഴുതി നമ്മുടെ വണ്ടിയുടെ RCയുടെ കൂടെ തന്നെ ഒരെണ്ണം വെച്ചേക്കും. ലഡാക്ക് പോകാണ്ടിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഓൾറെഡി ഇപ്പൊ പോകാൻ പറ്റാത്തുള്ള സ്ഥിതിയിലായിട്ടാണ്. അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളും പ്രശ്നങ്ങളും അതിനടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചും പിടിച്ചും ചെയ്യുന്നത്. നമ്മൾ അത് ഇവിടെ നിർത്തണോ, ഓരോ സ്ഥലത്ത് നിർത്തുമ്പോൾ നമ്മുടെ സമയം പോകുന്നു, അങ്ങനെ പോകുന്നു, താമസത്തിൻ്റെ എണ്ണം കൂടുന്നു. ഇതൊക്കെ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ അയ്യോ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കിതെല്ലാം ബുദ്ധിമുട്ടായി എന്നല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ലോങ് യാത്ര ചെയ്യുമ്പോൾ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ പെടും. അതുപോലെ തന്നെ നാത്തുല പാസിൽ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പെർമിറ്റ് സെല്ലിൽ ചെന്നാലേ നമുക്ക് പുറത്തുനിന്നുള്ളൊരു വണ്ടിക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ. അത് അവരുടെ ജീവിത വരുമാനം ആയതുകൊണ്ട് അവരൊരിക്കലും അത് നശിച്ചു പോകാണ്ട് അവർ കൂട്ടു നിൽക്കുകയില്ല. ആകെയുള്ള വരുമാനം മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു 90% ഇൻകം വരുന്ന ട്രാവൽ ടൂറിസത്തിനകത്തോടാണ്. അവരെ ആൾക്കാർ അവിടെ വന്ന് താമസിക്കുകയും അവിടുന്ന് അവരുടെ വണ്ടി പോയാലേ അവർക്ക് അവിടെ വരുമാനം ജനറേഷൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതാണ് ചിന്തിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പാസ് തരാൻ സർക്കാർ വില്ലിങ് ആയിരുന്നു. പക്ഷെ അവരൊരു ഏജന്റ് മുഖേനയാണ് ഞങ്ങൾക്ക് പാസ് തന്നത്. അപ്പം കുറച്ച് പൈസ അയാൾക്കും കിട്ടി, ബാക്കി പെർമിറ്റ് ഫീസുമായിട്ട് പോയി കാണും. അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. കാരണം അവിടെ പോകാനുള്ളത് മാത്രമാണ് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഗവൺമെന്റ് അവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ഫുള്ളി സപ്പോർട്ട്. കാരണം വെച്ചാൽ നമ്മുടെ പേരിലല്ല വണ്ടിയെങ്കിൽ അവരൊരു കാരണവശാലും നാത്തുല പാസിൽ പെർമിഷൻ അനുവദിക്കില്ല. അതിന് അവര് തന്നെ മുൻകൈ എടുത്ത് അവർ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ പേരിലല്ലാഞ്ഞിട്ട് കൂടി നമ്പർ തന്ന് ആ ഓരോ ചെക്ക് പോസ്റ്റിൽ അവർ അത് കറക്റ്റ് ചെയ്ത് തന്നു. അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവർ തന്നു. അവർ സ്വന്തം പേരിലുള്ള വണ്ടിയിലല്ലാതെ അവർ പെർമിറ്റ് കൊടുക്കുകയില്ല.
അത് പ്രത്യേകിച്ച് വേറൊരു SK അല്ലാത്തൊരു വണ്ടി അവർ പെർമിഷൻ തരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരിട്ട് പെർമിറ്റ് സെല്ലിൽ ചെന്ന് സംസാരിച്ചാൽ അവർ നമുക്ക് വേണ്ടി അത് ചെയ്തു തരും, അതിനൊരു സംശയവും വേണ്ട. പിന്നെ എനിക്ക് ഇപ്പോൾ ഇതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആൾക്കാരും ഭൂട്ടാനും ഗാങ്ടോക്കുമാണ്. എന്നാ ബഹുമാനമാണ് ആൾക്കാർ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തരാനും ഒന്നും ഒരു മടിയില്ല കേട്ടോ. ഭയങ്കര പെർഫെക്റ്റാണ് അവിടെയൊക്കെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. അല്ലാത്ത അനുഭവം ഉണ്ടായേക്കുന്നവരും കാണും കേട്ടോ. നമ്മളൊരു ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് അവരൊക്കെ എന്തൊരു സപ്പോർട്ടീവായിരുന്നു. EV വണ്ടി കൊണ്ടാണ് വന്ന് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് പവർ പ്ലഗ് ഒക്കെ സെറ്റ് ചെയ്ത് തന്ന് നമ്മളെ കൊണ്ട് വണ്ടി ചാർജ് ചെയ്യിച്ചു. ഫ്രീ ആയിട്ടൊന്നുമല്ല, എന്നാൽ പോലും നമുക്കത് ചെയ്തു തന്നു എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ കാര്യം. അതുകൊണ്ട് ദീർഘദൂര യാത്രകൾ പുറപ്പെടുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ടിയുടെ രേഖകൾ അതെല്ലാം കറക്റ്റായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സംസ്ഥാനത്ത് ചെല്ലുവാണെങ്കിൽ പെടും. ഇത് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ പോലും ഈ നിയമം വാലിഡാന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കേരളത്തിലെ ഒരു വ്യക്തിയുടെ വണ്ടി നമ്മൾ വേറെ അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇപ്പം എനിക്ക് അത് വായിച്ചിട്ട് മനസ്സിലായ കാര്യം. അപ്പം യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ രാത്രിയൊക്കെ ഓടിച്ചിട്ടൊന്നും നമുക്ക് ഇഷ്യൂസൊന്നും ഫേസ് ചെയ്തിട്ടില്ല. എല്ലായിടത്തും നമ്മൾ അത്യാവശ്യം 11 മണി 12 മണി വരെയൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയപ്പം തൊട്ട് കല്ലുകടിയായിരുന്നു. വളരെ ഒരു മോശപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. നേപ്പാളിൽ എൻട്രി ചെയ്യാൻ ചെന്നപ്പോഴത്തേന് 2 കാര്യങ്ങൾ ആണ് അവർ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ഡ്രോൺ ഉള്ളതുകൊണ്ട് അവർ ചിലപ്പം പിടിച്ചു വെക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേപ്പാളിൽ ഇപ്പോൾ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്, അവിടുത്തെ രാജഭരണം തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അത് കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ എന്തോ വണ്ടി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കത്തിക്കാൻ വേണ്ടി ഒരു വണ്ടിയായിട്ട് ഇവിടുന്ന് പോകണ്ടല്ലോ എന്ന് ഓർത്ത് നേപ്പാൾ യാത്ര വഴിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്തപ്പം തൊട്ട് നല്ല അടിപൊളിയായിരുന്നു. എന്നാൽ വേറൊരു വഴിക്ക് പോകാമെന്ന് വെച്ചപ്പം വർക്കിംഗ് ആയിക്കൊണ്ടിരുന്ന ചാർജിങ് സ്റ്റേഷൻ ഒന്നും വർക്കിംഗ് ആകുന്നില്ല. ആദ്യം ഒരു 68 കിലോമീറ്റർ യാത്ര ചെയ്തൊരിടത്ത് ചെന്നപ്പം ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണ്, പക്ഷേ ചാർജ് ആകുന്നില്ല. പിന്നെ വീണ്ടും തിരിച്ച് 35 കിലോമീറ്റർ പുറകോട്ട് പോയി. ഒരുപാട് കറങ്ങിയാണ് ഇന്നലെ പാറ്റ്ന വരെ എത്തിയത്. ഇന്ന് രാവിലെ പാറ്റ്നയിലെത്തിയത്. വരുന്ന വഴിക്ക് പോലീസ് പിടിച്ചു. മൊത്തം സീനായിരുന്നു. പോലീസ് പിടിച്ചിട്ട് RC ബ്രദറിൻലോയുടെ പേരിലായതിൻ്റെ പേരിൽ അത് അങ്ങനെ ഒരു ഇഷ്യൂ. അത് തേച്ച് മായ്ക്കാൻ പിന്നെ 500 കൊടുത്തു. അന്നേരം ആ നിയമമൊക്കെ അങ്ങ് കാറ്റിപ്പറത്തി. ഇങ്ങനെയുള്ള ഇന്നലത്തെ ദിവസമേ ഒരുമാതിരി വല്ലാത്ത ദിവസമായിരുന്നു. കംപ്ലീറ്റ് വള്ളിക്കെട്ട് ചാർജിങ് വർക്ക്. അതിനൊരു അരമണിക്കൂർ മുമ്പ് നോക്കിയ ചാർജിങ് സ്റ്റേഷനൊക്കെ അവിടെ ചെല്ലുമ്പം വർക്കിംഗ് അല്ല. ഒരു ചാർജിങ് സ്റ്റേഷനിൽ നോക്കിയപ്പോൾ അതിൻ്റെ ബോക്സിനകത്ത് കത്താത്ത ഒരു സാധനമില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഏതായാലും ഇന്നലത്തെ ദിവസം നല്ല കണ്ടകശനി പിടിച്ച ദിവസമായിരുന്നു. ഞങ്ങൾ മടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഒരു താമസിക്കാൻ നോക്കിയിട്ട് റൂം വല്ലതും കിട്ടുന്നുണ്ടോ. ഒരു വനം പോലെ പിടിച്ചൊരു സ്ഥലത്തൂടെ ബീഹാറിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. രാവിലെ വരെ സഞ്ചരിച്ചു. രാവിലെ ആയപ്പോൾ മൂടൽമഞ്ഞ, റോഡ് കാണത്തില്ല. എല്ലാം കൊണ്ടും വളരെ നല്ല ദിവസമായിരുന്നു ഇന്നലെ.